ഹലോ. അങ്ങനെ കാത്തിരുന്ന് UAE വിൻ്റർ സീസൺ പതുക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കുമ്പോൾ ഈ ഒരു ഡോറ് തുറക്കുമ്പോൾ നല്ലൊരു തണുത്ത കാറ്റാണ്. ഇനിയിപ്പോൾ ബാൽക്കണിയിൽ ആ കാലിയായി കിടക്കുന്ന ചട്ടികളിലെല്ലാം കുറച്ച് ചെടികളൊക്കെ വെച്ച് തുടങ്ങണം. കാരണം സമ്മർ സീസണിൽ എന്ത് ചെടി വെച്ചാലും അതെല്ലാം കരിഞ്ഞുണങ്ങി പോകലാണ്. കാരണം എൻ്റെ ബാൽക്കണിയിൽ നല്ല വെയിലുമാണ്, കംപ്രസറും ഉണ്ട് AC-ൻ്റെ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ചൂടിൽ ഒരു ചെടികളും നിൽക്കാറില്ല. വിൻ്റർ ആവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എല്ലാ വർഷവും ഞാൻ വിൻ്ററിൽ കുറച്ച് ചെടികൾ വെക്കാറുണ്ട് ബാൽക്കണിയിൽ. പിന്നീട് വീട്ടിലുണ്ടാക്കിയ അച്ചാറും തേങ്ങ അരച്ചിട്ടുള്ള പരിപ്പ് കറിയും തലേ ദിവസത്തെ കുറച്ച് സംഭവങ്ങളെല്ലാം കൂട്ടി വലിയ ഡെക്കറേഷനൊന്നും ഇല്ലാത്ത ലളിതമായിട്ടുള്ള ഒരു ഊണം കഴിഞ്ഞു. പിന്നെ ഈ ഒരു കർപ്പൂരം ഉണ്ടല്ലോ, ചന്ദനത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും സ്മെല്ല് മിക്സ് ആയിട്ടുള്ള ഒരു കർപ്പൂര കഷ്ണങ്ങളാണ്. ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. പിന്നീട് ഞാൻ ഇവിടെ കിട്ടുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഇവിടെ നിന്നും ആമസോണിൽ ഞാൻ വാങ്ങിക്കാറുണ്ട്. നിങ്ങളൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി സ്മെല്ലാണ് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് അല്ലറ ചില ഗ്രോസറികളൊക്കെ വാങ്ങിച്ച് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ചില പൊടികളൊക്കെ ഞാൻ ടിന്നിലേക്ക് ആക്കി വെക്കുന്നത്. അങ്ങനെ ഈ വർഷത്തെ അവസാനത്തെ മാസത്തിലേക്ക് കടക്കുകയും ചെയ്തു. ക്രിസ്മസ് ഇങ്ങ് അടുക്കാറുമായി. എത്ര പെട്ടെന്നാണ് ക്രിസ്മസ് ആയതെന്ന് ഓർക്കുന്നത്. കഴിഞ്ഞ വർഷം ക്രിസ്മസ് ട്രീ അഴിച്ചത് ഈ അടുത്ത് ചെയ്തതുപോലെയാണ് ഓർമ്മ. അങ്ങനെ ഈ വർഷത്തെ ട്രീ ഒക്കെ വെച്ചു കേട്ടോ. പക്ഷേ അതിന് മേലെ വെക്കാനുള്ള 2 സാധനങ്ങളും തിരഞ്ഞിറങ്ങിയതാണ് ഞാൻ. അങ്ങനെ സാധനങ്ങൾ നോക്കി ഇറങ്ങി ഞാൻ പെട്ടെന്നാണ് തൊട്ടടുത്തുണ്ടായിരുന്ന ചെടികളുടെ സെക്ഷൻ ശ്രദ്ധിച്ചത്. അതോടുകൂടി കോൺസെൻട്രേഷൻ മൊത്തം ചെടികളുടെ വേലയായി. ആ 2 റെയിൻഡിയേഴ്സ് ഉണ്ടല്ലോ, അത് മാത്രം ക്രിസ്മസിന് എടുത്തിട്ട് ഞാൻ പിന്നെ ചെടികളുടെ അവിടെ തന്നെയായിരുന്നു. വീട്ടിലേക്ക് വെക്കുന്ന ചെടികളാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ഔട്ട്ഡോർ പ്ലാന്റ്സിന് ഞാൻ സാധാരണ നഴ്സറി തന്നെയാണ് പോവാറ്. അവിടെ പോയിട്ടാണ് ഞാൻ വാങ്ങിക്കാറ്. അങ്ങനെ ഇവിടെ നിന്ന് 2 ക്രിസാന്തമം മഞ്ഞ കളറിലുള്ളത് എടുത്തു. ഞാൻ എടുത്ത ഈ ക്രിസാന്തമംസ് ഉണ്ടല്ലോ, ഇത് നാട്ടിലത്തെ പോലെയൊന്നും ഇവിടെ അങ്ങനെ പടർന്ന് നന്നായിട്ടൊന്നും വളരില്ല. പക്ഷെ ഇവിടെ തണുപ്പ് തുടങ്ങിയത് പ്രമാണിച്ച് കുറച്ച് നാളെങ്കിലും ഇത് നന്നായിട്ട് നിന്നോളും. അതിൽ പൂക്കളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ മഞ്ഞ പൂക്കൾ വീട്ടിനകത്ത് ഉണ്ടാവുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ. അതുകൊണ്ട് തന്നെ മഞ്ഞയാണ് 2 എണ്ണം എടുത്തത്. റോസസും നല്ല ഭംഗിയുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നിൽക്കില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ മഞ്ഞ ഈ ക്രിസാന്തമം അറ്റ്ലീസ്റ്റ് കുറച്ച് നാളെങ്കിലും നിന്നോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 2 ചെടികളും പിന്നെ ക്രിസ്മസിൻ്റെ 2 ആവശ്യത്തിനുള്ള സാധനങ്ങളും എടുത്ത് നേരെ വീട്ടിലേക്ക് വിട്ടു. ക്രിസ്മസ് പ്രമാണിച്ച് ഈ പൂക്കളും ചെടികളെല്ലാം പുറത്തേക്ക് എടുത്തു. ആ സ്ഥാനത്ത് ഈ പൈൻ ലീവ്സും ചെറിയെല്ലാം കയറി. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കഴുകി ഉണക്കാൻ വെച്ചതായിരുന്നു തലേ ദിവസം. അങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം കവറിലിട്ട് എടുത്ത് വയ്ക്കുക. ഇനിയിപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഇത് തിരിച്ച് ആ സ്ഥലത്തേക്ക് കയറുള്ളൂ. അങ്ങനെ വാങ്ങിച്ച 2 ചെടികളും അടുത്ത ദിവസം തന്നെ ചട്ടിയിലാക്കി. പഴയ ചെടികളുടെ കൂട്ടത്തിൽ പുതിയ അഡ്മിഷൻസ് ആയിട്ട് ഈ 2 ചെടികളും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഞാൻ ഈ 2 ചെടികളും വാങ്ങിച്ചില്ലേ, അതിൽ നിറയെ മൊട്ടുകളായിരുന്നു കേട്ടോ. അതെല്ലാം വിരിയുമ്പോഴും നിറയെ മഞ്ഞപ്പൂക്കളായിരിക്കും. എന്ത് തന്നെയായാലും അത് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.